അവിശ്വസനീയമായ സംഭവ വികാസങ്ങളിലേക്ക് പോവുകയാണോ ഈ തെരഞ്ഞെടുപ്പ്? ഇഞ്ചോടിഞ്ച് പോരാട്ടം പല സംസ്ഥാനങ്ങളിലും പല മണ്ഡലങ്ങളിലും. NDA 298, ഇന്ത്യ 177, മറ്റുള്ളവർ 24 എന്നുള്ളതാണ് 499 സീറ്റിലെ ഫല സൂചനകൾ വരുമ്പോൾ ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. തൃശൂരിൽ ആദ്യമായി സുരേഷ് ഗോപി ലീഡ് എടുത്തിരിക്കുന്നു. 264 വോട്ടുകൾക്ക് തൃശൂരിൽ സുരേഷ് ഗോപി ലീഡ് ചെയ്യുന്നു. പൂരങ്ങളുടെ പൂരത്തിന്റെ നാട്ടിൽ പുതിയ കൊടിയേറ്റോ? ഷൈജു, എന്താണ് വടക്കുന്നാഥന്റെ നട തള്ളി തുറക്കുകയാണോ? തീർച്ചയായിട്ടും ഇത് ആദ്യമായിട്ടാണ് ഇന്ന് വോട്ടെണ്ണൽ ആരംഭിച്ച ശേഷം തപാൽ വോട്ടുകളിൽ ഒരിക്കൽ പോലും വരാതിരുന്ന സുരേഷ് ഗോപിയുടെ പേര് ഇത് ആദ്യമായി EVM വോട്ടുകൾ എണ്ണി തുടങ്ങിയപ്പോ സുരേഷ് ഗോപി 311. നേരത്തെ VS സുനിൽകുമാർ തള്ളി തുറന്നാണ് കെ മധു. അതിനുശേഷം നിലവിൽ 3 തിരുവനന്തപുരത്ത്, ആലപ്പുഴയിൽ, തൃശ്ശൂരിൽ ഈ ഘട്ടത്തിൽ ശശി തരൂരാണ് ശശി തരൂർ തിരിച്ച് വീണ്ടും ഭൂരിപക്ഷത്തിലേക്ക് എത്തിയിരിക്കുന്നു. വീണ്ടും ലീഡ് നേടിയിരിക്കുന്നു 412 വോട്ടുകൾക്ക്. അതായത് വോട്ടെണ്ണലിന്റെ ആദ്യ 1 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. ഇപ്പോൾ 9 മണിയായി. കേരളത്തിൽ UDF 12, LDF 6. ഒരു പാറ്റേൺ കാണുന്നുണ്ടോ? 1344 വോട്ടുകൾക്ക് കെ രാധാകൃഷ്ണൻ ലീഡ് ചെയ്യുകയാണ്. 1.5 ലക്ഷം വോട്ടിന് കഴിഞ്ഞ തവണ കൈവിട്ടുപോയ മണ്ഡലം കെ രാധാകൃഷ്ണൻ തിരിച്ചു പിടിക്കുകയാണ്. രാജ്യത്തെ 75 മണ്ഡലങ്ങളിൽ ഇപ്പോൾ കോൺഗ്രസ് മുന്നിലാണ്. പക്ഷേ അവരെ ഞെട്ടിക്കുന്ന 2 സൂചനകൾ വരുന്നു. ഒന്ന്, ചിന്താടയിൽ നകുൽനാഥ് പിന്നിൽ പോകുന്നു. DK സുരേഷ് വീണ്ടും 10,000-ലേറെ വോട്ടുകൾക്ക് തിരിച്ചു വരുന്നു. ആലപ്പുഴയിൽ UDF തിരിച്ചു 18 വോട്ടുകൾക്ക് 1392 വോട്ടുകൾക്ക് 1392 വോട്ടുകൾക്ക് KC വേണുഗോപാൽ. അല്ല, പക്ഷേ അവിടെ പ്രധാനമായി കാണേണ്ടത് ശോഭാ സുരേന്ദ്രൻ ഒരു ഘട്ടത്തിലെങ്കിലും ഇതിനകം ലീഡ് ചെയ്തു. അങ്ങനെയുണ്ടെങ്കിൽ ശോഭാ സുരേന്ദ്രൻ വലിയ രീതിയിൽ വോട്ട് പിടിക്കും. ആ വോട്ട് ആരുടെ ഉറക്കം കെടുത്തും, ആരെ തോൽപ്പിക്കും എന്നുള്ളതാണ് അറിയാനുള്ളത്. അംഗസംഖ്യ വീണ്ടും ലീഡ് നിലയിൽ ഒരിടത്തേക്ക് പോവുകയാണ്. ആലപ്പുഴയിൽ KC വേണുഗോപാൽ. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ കൗണ്ടുകൾ വരുമ്പോൾ കാര്യങ്ങൾ മാറി മറിയുകയാണ്. മാവേലിക്കരയിൽ 3799 വോട്ടുകൾക്ക് കൊടിക്കുന്നിൽ സുരേഷ് ലീഡ് ചെയ്യുന്നു. 3799 വോട്ടുകൾക്ക് കൊടിക്കുന്നിൽ സുരേഷ് മാവേലിക്കര. ആലപ്പുഴയിൽ KC വേണുഗോപാൽ 1392. ആദ്യമായി കോട്ടയത്ത് LDF 432 വോട്ടുകൾക്ക് തോമസ് ചാഴിക്കാടൻ ലീഡ് ചെയ്യുന്നു. ആദ്യമായി കോട്ടയത്ത് LDF ലീഡ് ചെയ്യുന്നു 432 വോട്ടുകൾക്ക്. ആദ്യമായി തൃശ്ശൂരിൽ സുരേഷ് ഗോപി ലീഡ് ചെയ്തു എന്ന് പറയുന്നത് പോലെ തന്നെ കോട്ടയത്ത് പ്രധാനമാണ്. ഒരു വിശകലനവും ഒരു നിരീക്ഷണവും ചാഴികാടന് അനുകൂലമായി ഇത്തവണ വന്നിട്ടില്ല. മാവേലിക്കരയിൽ 3700-ലേറെ വോട്ടുകൾക്ക് കൊടിക്കുന്നിൽ സുരേഷ് മുന്നിൽ. അതൊരു സൂചനയാണ്. നോക്കൂ, ഇടുക്കിയിൽ 10,000 കടന്നു. 10,736 വോട്ടുകൾക്ക് ഡീൻ കുര്യാക്കോസ്. അപ്പൊ കൊല്ലം, ഇടുക്കി ഇത് രണ്ടും നമുക്ക് കോൾ ചെയ്യാം. മഹാവികാസ് അഘാടി 26 ലീഡ് ചെയ്യുമ്പോൾ മഹായുതിക്ക് 21 മാത്രമേ നിലവിൽ മുന്നിലെത്താൻ കഴിയുന്നുള്ളൂ. ഷിൻഡെ സേനയുടെയും അജിത് പവാറിനെയും ഒപ്പം നിർത്തുന്ന കളി പാളിയോ ഷൈജു? തീർച്ചയായിട്ടും മഹാരാഷ്ട്ര വളരെ പ്രതീക്ഷയോടെ നോക്കിയിരിക്കുന്നു. ഏക്നാഥ് ഷിൻഡെ, അതേപോലെ ആ ഷിൻഡെയുടെ വിഭാഗത്തെ ഒപ്പം നിർത്തി അജിത് പവാറിനെ അടർത്തിയെടുത്തു. പക്ഷെ അതൊന്നും ഞങ്ങളെ ബാധിച്ചിട്ടില്ല. ഞങ്ങളാണ് യഥാർത്ഥ NCP എന്ന് ശരത് പവാറും ഞങ്ങളാണ് യഥാർത്ഥ ശിവസേന എന്ന് ഉദ്ധവ് താക്കറെയും ആവർത്തിച്ച് പ്രഖ്യാപിക്കാൻ പോവുകയാണ്. തൃശ്ശൂരിൽ ഈ കളിയൊന്നുമല്ല കളി. 3500-ത്തിലധികം വോട്ടുകൾക്ക് തൃശ്ശൂരിൽ സുരേഷ് ഗോപി ലീഡ് ചെയ്യുകയാണ്. NDA സംബന്ധിച്ച് കേരളത്തിൽ അവർ പ്രതീക്ഷിച്ച മണ്ഡലം തൃശ്ശൂരാണ്. തൃശ്ശൂരിൽ വലിയ തോതിലുള്ള വോട്ട് വ്യത്യാസം. 3018 വോട്ടുകൾക്ക് അവിടെ സുരേഷ് ഗോപി ലീഡ് ചെയ്യുന്നു. പിടിച്ചു തുടങ്ങിയപ്പോൾ അത് ഉയർന്ന ലീഡ് എന്നുള്ളതാണ് സുരേഷ് ഗോപി ഈ പട്ടികയിൽ മുന്നോട്ട് വെക്കുന്ന സൂചനയെങ്കിൽ 3580 പ്രധാനപ്പെട്ട ഒരു സംഖ്യയായി മാറും. കേരളത്തിൽ BJP ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെക്കുന്ന മണ്ഡലം തൃശ്ശൂർ. ത്രികോണ മത്സരം. സുരേഷ് ഗോപി ലീഡ് ചെയ്യുന്നു. NDA 3-5-8-0. പുലർച്ചയിൽ പൊട്ടിക്കാൻ വിട്ടുപോയ വെടിക്കെട്ട് സുരേഷ് ഗോപിയാണോ തീ കൊളുത്തുന്നത്? കേരളത്തിൽ NDAയുടെ ഒരു സീറ്റ് എന്ന സ്വപ്നം ഒടുവിൽ സഫലമാവുകയാണോ? തൃശ്ശൂരിൽ സുരേഷ് ഗോപി ആധികാരികമായ ലീഡ് എടുക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ വാർത്ത. മാവേലിക്കരയിൽ 2 വോട്ടുകളാണ്. കൊടിക്കുന്നിൽ സുരേഷിന്റെ ലീഡ് കുറഞ്ഞു. 2 കുറയുന്നു. ശശി തരൂർ കുറച്ചു നേരമായിട്ട് ആ ലീഡ് നിലനിർത്തുന്നുണ്ട്.
628 വോട്ട് എന്ന ലീഡ് നിലനിർത്തുന്നുണ്ട്. കുറച്ചു നേരമായിട്ട് രാജീവ് ചന്ദ്രശേഖറിന് മുന്നിൽ വരാൻ കഴിഞ്ഞിട്ടില്ല. പത്തനംതിട്ട വളരെ സർപ്രൈസിംഗ് ആയിട്ട് ഉള്ള ഒരു കാര്യമാണ്. 1254 വോട്ടുകൾക്ക് തോമസ് ഐസക് അവിടെ മുന്നിലാണ്. അത് കീപ്പ് ചെയ്യാൻ പറ്റുമോ തോമസ് ഐസക്കിന്? 1200 കീപ്പ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതും കൂടെ പ്രധാനപ്പെട്ടതാണ്. ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ അമിത്ഷായുടെ ലീഡ് 1 ലക്ഷത്തോട് അടുക്കുന്നു. തമിഴ്നാട്ടിൽ പക്ഷേ BJP പ്രതീക്ഷിച്ച മണ്ഡലങ്ങളിൽ കോയമ്പത്തൂരിൽ അണ്ണാമലൈ പിന്നിൽ, ചെന്നൈ സൗത്തിൽ തമിഴിസൈ സുന്ദരരാജൻ പിന്നിൽ, നീലഗിരിയിൽ കേന്ദ്രമന്ത്രി എൽ മുരുകൻ പിന്നിൽ. തമിഴ്നാട്ടിൽ ഒരു കളി നടക്കില്ല. അവിടെ ഒരു ഇന്ത്യ മുന്നണിയുടെ അനായാസ വിജയം. ഇടയ്ക്ക് 300 തൊട്ട് NDA മുന്നണി 298 പരിമിതപ്പെടുന്നു. ഇന്ത്യ മുന്നണി 187 മെച്ചപ്പെടുന്നു. മധുരയിൽ ഹേമമാലിനി BJP ഡ്രീം ഗേൾ മുന്നിട്ട് നിൽക്കുന്നു. തുടർച്ചയായ 3ാം തെരഞ്ഞെടുപ്പ് വിജയത്തിലേക്ക് ഇതാ ശിവരാജ് ഗിരിരാജ് സിംഗ് ബേഗുസരായ്. കഴിഞ്ഞ തവണ കനയ്യകുമാർ മത്സരിച്ച് തോറ്റ മണ്ഡലമാണ്. ഗിരിരാജ് സിംഗ് മന്ത്രിയാണ്. ബേറംപൂരിൽ ഇപ്പോഴും അധീർ രഞ്ജൻ ചൗധരി കോൺഗ്രസ് ലോക്സഭാ കക്ഷി നേതാവ്. രാജ്ഘട്ടിൽ ദിഗ്വിജയ് സിംഗ് മുഖ്യമന്ത്രി ചെയ്യുന്നു. മധ്യപ്രദേശിലും കോൺഗ്രസിന് പ്രതീക്ഷകൾ ബാക്കിയുണ്ട്. നകുൽനാഥ് പിന്നിലെങ്കിലും ദിഗ്വിജയ് സിംഗ് മുന്നിൽ, അഖിലേഷ് യാദവും ഡിംപിൾ യാദവും മുന്നിൽ. പക്ഷേ അതിനപ്പുറത്ത് കർണാടകയിൽ, മഹാരാഷ്ട്ര കർണാടകയിൽ നിന്ന് വരുന്ന മീററ്റിൽ കർണാടകത്തിൽ മഹാരാഷ്ട്ര കർണാടകയിൽ നിന്ന് വരുന്ന ആ മേഖലയിൽ ജഗദീഷ് ഷെട്ടാറും പ്രഹ്ലാദ് ജോഷിയും മുന്നിലാണ്. കലബുർഗിയിൽ മല്ലികാർജുൻ ഖാർഗെയുടെ കർണാടക രാധാകൃഷ്ണ ഖാർഗെ 22,000-ലേറെ വോട്ടുകൾ. ഹൈദരാബാദ് കർണാടക റീജിയനിൽ വലിയ തോതിൽ കോൺഗ്രസിന് പിടിച്ചു നിൽക്കാൻ കഴിയുന്നുണ്ടോ? കർണാടകത്തിൽ തീർത്തും തകർന്നടിഞ്ഞു കോൺഗ്രസ്. പൂർണ്ണമായും പോകും എന്ന എക്സിറ്റ് പോളുകളുടെ ഫലങ്ങൾക്കപ്പുറത്ത് കോൺഗ്രസ്. പക്ഷേ ഞാൻ കർണാടകത്തിൽ നിന്ന് ഞാൻ വീണ്ടും പറയുന്നു, ഇതിനപ്പുറത്ത് കോൺഗ്രസ് കൂടുതൽ മികച്ച പ്രകടനം നടത്തുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ എന്തായാലും അത് സാധിക്കുന്നില്ല. പക്ഷേ 300-ലേക്ക് ആ ഘട്ടത്തിൽ തന്നെ നിൽക്കുന്നു.